നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറെ പേര് ശ്രമിക്കും. ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ രേണുവിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരീഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് നല്ല, എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി. ഒരു പെങ്കൊച്ചുള്ള അല്ലെങ്കിൽ ഒരു ആങ്കൊച്ചുള്ളവൻ, ഈ നമ്മളെല്ലാരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വീഡിയോ കണ്ടോട്ടെ. നല്ല വീഡിയോ നമ്മൾ നല്ല ലൈക്കും കാര്യങ്ങളും കൊടുക്കും. ഇവരിപ്പം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? ആ അച്ഛന്റെ സ്ഥലം വിറ്റ് പോകാതിരിക്കാണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അച്ഛൻ ഒരിക്കലും സ്ഥലം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ തുടക്കം തന്നെ രേണുവിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇട്ടേക്കുന്നത്. കല്യാണത്തിൻ്റെ സ്റ്റോറി എന്നല്ല, ആലോചനകൾ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇട്ടേക്കുന്നത്. അത് ഇൻസ്റ്റയിൽ വന്നാണ്, ഇട്ട സ്റ്റോറിയാണ്. ഇവരിത് ഇട്ടേക്കുന്നത് കറക്റ്റാണെങ്കിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേട്ടോ, പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു പങ്കാളിയെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിലിട്ടേക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ നോക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നിത്തുടങ്ങി, ഒരു കൂട്ട് വേണം എന്ന് മനസ്സിലാഗ്രഹിക്കുവാണ്. സ്നേഹം തേടാനുള്ള ധൈര്യം സുധിയുടെ ഹൃദയസ്പർശിയായ കുറിപ്പാണ്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഇട്ടത് വേറൊരാളെടുത്ത് ഇട്ടേക്കുന്നതാണ്. എന്നെന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. കാര്യം സുധിയുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവർ പെണ്ണേച്ച് കല്യാണം കഴിച്ചാൽ ദുരിതങ്ങളായിരുന്നു, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അങ്ങനെയല്ല, നല്ലൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ. പക്ഷേ ഇത് വെറും പടമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ശരിക്കും നെഗറ്റീവായിട്ട് നിൽക്കുവാണ്, നല്ല നെഗറ്റീവായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യും. അവരൊരു വിധവയാണ്, അവർ വിവാഹം കഴിക്കട്ടെ, അവരൊറ്റയ്ക്ക് ജീവിക്കാതിരിക്കട്ടെ, പാവം നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അതിനകത്തൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ ഉള്ളതൊന്നും പോരാന്ന് പറഞ്ഞാൽ പോരാന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് അപ്പോൾ ഒന്നിലൊന്നും ഒതുങ്ങിയില്ലെന്ന് കമൻറ്റുകളാണ് കേട്ടോ പറയുന്നത്. അന്നേരം പറയുന്നു ഇല്ല എന്ന് പറയുന്നു. പിന്നെ അതിനകത്തേക്ക് ആ കമൻറ്റ് ഇട്ട ആളെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ആളെ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇട്ട് കളിയാക്കുന്നുണ്ട്. ഇതിലും വരുന്നതോ വരാതിരുന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ രേണു സത്യം പറഞ്ഞ ഒരു ശരിക്കും ഒരു കോമാളി തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റയിലാണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും എല്ലാം ശരിക്കും ഒരു കോമാളി പീസാണ്. അല്ലാതെ നമുക്കൊരു ഇതായിട്ടുള്ളതല്ല, കളിയാക്കാനും ശരിക്കും ആൾക്കാർ അത് കൂടുതൽ ഇവരെ അങ്ങനെ വരുത്തി വെച്ചതാണ്. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി, അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിനുള്ള മറുപടി കൊടുക്കുന്നത് എല്ലാം ഇവരിപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആ ഒരു ആൽബത്തിൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള, ആൽബത്തിനുള്ളതിനേക്കാൾ കൂടുതൽ പുറത്താണ് ഇവർ കാണിച്ചു കൂട്ടിയ കുറേ തോന്നിവാസങ്ങളാണ്. അത് ഒരുപാട് നെഗറ്റീവ് രേണുവിന് വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി നെഗറ്റീവ് വന്നിട്ടുണ്ട്. കാര്യം രേണുവിന് ഇഷ്ടപ്പെട്ടവർ കൂടി രേണുവിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ട്. സജിനയും പിന്നെ ശ്രീതുവും കൂടെ വരെ അതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു കളിയായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ശ്രീതു അല്ല, സജിനയും രേണുവും കൂടെ ഉള്ള പുതിയൊരു ആൽബത്തിൻ്റെ എന്ന് തോന്നുന്നു, അതിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ആൽബമാണ് കേട്ടോ, നല്ല രസമുണ്ട് പാട്ടും. അതിന് നല്ലപോലെ രേണു അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, ആ ഡ്രസ്സും ചേരുന്നുണ്ട്. പിന്നെ കൂടെ ആരാ ജോഡിന്ന് ഞാൻ വേറെ ഇതിലൊന്നും കണ്ടിട്ടില്ല, പുതിയ ആളായിരിക്കും, ചിലപ്പോൾ വേറെ റീലൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. എന്നാണേലും രണ്ടുപേരും നല്ലതായിട്ടുണ്ട്. ഓവറായിട്ട് അതിനകത്ത് ഒരു ഇതും കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡയറക്ഷൻ സജിനയായിരിക്കും. അതുകൊണ്ട് എനിക്ക് സജിന രേണുവിൻ്റെ ഈ ആ ഒരു മോശം ഒരു ഇതിൽ നിന്നും ഒരു നല്ലൊരു റീലാന്ന് തോന്നുന്നത് കേട്ടോ. നല്ലൊരു സിനിമ പറ്റിയിട്ട് റീലാണ് ഇറക്കിയേക്കുന്നത്. ആ ഒരു ഇത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ, മോശം നമ്മൾ കണ്ടാൽ മോശം തന്നെ പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും. അതിൻ്റെ ആ ഒരു റീലിൽ ഞാനിപ്പോൾ സൈഡിൽ കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ പാട്ട് ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ, പാട്ട് നല്ലതാണ്, നല്ല രസമാണ് കേൾക്കാനായിട്ട്. പാട്ടിനനുസരിച്ചാണ് നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി. ഒരുപാട് കെട്ടിപ്പിടുത്തോ ഉമ്മ കൊടുക്കലോ അല്ലെങ്കിൽ ഒരുമാതിരി വൾഗറായിട്ടുള്ള ഒരു രീതിയിൽ നോർമലായിട്ടുള്ള ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കും ഇഷ്ടപ്പെടും കാണാനായിട്ട്. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയുള്ളൂ, അത് മോശമായിട്ടുള്ളതിന് മാത്രമേ മോശമെന്ന് പറയത്തുള്ളൂ. നല്ലതായിട്ട് ഏത് കണ്ടാലും അത് നല്ലത് തന്നെ പറയും. ഞാൻ നേരത്തെ രേണുവിനും
ശരിക്കും ഒട്ടും അഭിനയിക്കാൻ അറിയാൻ മേലാത്ത സമയത്തൊക്കെയാണ് ആ കരിമഴി കണ്ണാലെയൊക്കെ. അതിനകത്തൊക്കെ എന്നാലും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ആ സമയത്തൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. കാര്യം അവർക്ക് വലിയ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാലും അവർ മാന്യമായിട്ടാണ് ചെയ്യുന്നത്, അവർ ജീവിക്കട്ടെ എന്നുള്ളതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കയറി കഴിഞ്ഞ ഒരു ആൽബം അത് എന്നതാണ് കാണിച്ചു വെച്ചേക്കുന്നതെന്നുള്ളത് രേണു എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിക്കാൻ ബോധമുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രയ്ക്ക് മോശമാക്കി, അത്രയും നെഗറ്റീവ് ആക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഈ കല്യാണത്തിന് ഇട്ടേക്കുന്നത് ഇതൊക്കെ ചുമ്മാ പടമാണ് കേട്ടോ. ഇതും കണ്ടുകൊണ്ട് ഇനി ആരും ആലോചിക്കാനൊന്നും ചെല്ലേണ്ട. കാര്യം ഈ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് അത് ഒന്ന് മറികടക്കാൻ വേണ്ടി രേണു അടുത്ത പല കോലങ്ങളും കെട്ടും, പല അടവുകളും എടുക്കും. അതാണ് രേണു പറയുന്നില്ലേ, അതാണ് രേണുസുതി എന്ന് പറയുന്നത്. നമുക്കും പറയാം അതാണ് രേണുസുതി. അപ്പോൾ കഴിഞ്ഞ ദിവസം രേണു ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊന്നേ സജിനെയും ശ്രീധുവിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇട്ടേക്കെന്ന് തോന്നുന്നു. കാര്യം അവരാണ് കൂടെ നിന്നേച്ച് മാറുന്നത്. പക്ഷെ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. സജിന അത്ര വലിയ കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സജിന കൂടുതലും ആർജെ ലച്ചുവിനെയാണ് പറഞ്ഞേക്കുന്നത്, രേണുവിനെയല്ല. ചെറുതായിട്ടൊക്കെ രേണുവിട്ട് പൊട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെങ്കിൽ അതൊക്കെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതി വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു. എന്നാൽ നമുക്കിതൊന്ന് കേൾക്കാം. നമ്മൾ ആരും നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര് ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. അവരുടെ കല്യാണ്ടൊക്കെ ഉണ്ട്. അവര് ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഞാൻ ഓടുവന്ന് ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാണ്? ഞാൻ ഓടാണ്ട കാര്യമില്ലല്ലോ. കേൾക്കേണ്ടത് മുഴുവൻ കേട്ടു. ഇനി പുതിയതായിട്ട് വല്ലതും ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് കേട്ടാലും ഇങ്ങനെ തന്നെ നേരിടും. എനിക്ക് തോന്നുന്നില്ല അവർ എതിർത്തിട്ടുണ്ട്. ആ ഒരു ആ ഒരു ആൽബത്തിന്റെ പ്രശ്നം എതിർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇനി അടുത്ത അവരുടെ കയ്യിൽ അവരാണോ പറഞ്ഞ് ഇനി വേറെ ആരെങ്കിലും ആണോ, നിമിഷയാണോ പക്ഷെ നിമിഷയൊക്കെ ആയിട്ട് നേരത്തെ അകന്നതാണ്. ഈ ശ്രീതും സജിനയും ഉള്ളായിരുന്നു കൂടെ നിൽക്കാനായിട്ട്, വേറെ ആരും ഇല്ലായിരുന്നു. അവരായിരിക്കും പറഞ്ഞ് എനിക്കറിയില്ല. രേണു പറയുന്ന ഒരു ബാലും തലയില്ലാത്ത വർത്താനമേ ഇവർ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ആരെ പറഞ്ഞു എന്നെ പറഞ്ഞത് മനസ്സിലാകില്ല. പക്ഷെ കൂടെ നിന്നവരെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ശ്രീധുവിനെയും സജിനയും തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്നെ അവർ പറഞ്ഞത് എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. പിന്നെ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഷപ്പിൻ്റെ കാര്യമാണ്. അവിടെ വസ്തു വിൽക്കാനായിട്ട് അദ്ദേഹം കുറേ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഈ രേണുസുതിക്ക് ഇവർക്കാണെങ്കിൽ ആ നടുക്കാണ് സ്ഥലം കൊടുത്തത്. അതിന് ചുറ്റുവട്ടത്ത് ഇനി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ വിൽക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലത്തിന് വില ശരിക്കും ഇടിയുമാണ് ചെയ്യുന്നത്. വലിയ ഒരു ഇത് കിട്ടുന്നുമില്ല. കച്ചവടത്തിന് ആരും വരുന്നില്ല. വരാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ ബിഷപ്പിനെ പോലും കിടത്തി പൊറപ്പിച്ചിട്ടില്ല, സ്ഥലം കൊടുത്തവനെ പോലും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അയലോക്കത്തെ ഒരാൾ വന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ അയലോക്കം നല്ലതല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാനക്കേട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വാടകയ്ക്കാണെങ്കിൽ നമുക്കത് കളഞ്ഞേച്ച് അടുത്തടുത്തോട്ട് പോകാം. പക്ഷെ നമ്മൾ മേടിച്ചൊരു വസ്തു പെര വെച്ചെടുത്ത് അയലോക്കം കൊള്ളുകയല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉള്ള ഒരു പ്രശ്നം പോലെ ആയിരിക്കും അത്. അതേസമയം നമുക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞാലുണ്ട്, അയലോക്കം നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു തോന്നും. അപ്പോൾ അതായിരിക്കും. എന്നാൽ നമുക്കിതൊന്ന് കേട്ട് നോക്കാം. ആ മെത്രാന്റെ സ്ഥലം എന്ന് പറഞ്ഞാല് അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാ. അതായത് ഇങ്ങനെ ഒരു ഏപ്പടത്തിലോ എന്തോക്കെ അഭിനയിക്കുന്നില്ല. ഇപ്പൊ ഈ കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള ഇത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവർ പറഞ്ഞ് ആ സ്ഥലം നമുക്ക് വേണ്ട. അതായത് നല്ലൊരു നമ്മൾ എവിടെ ജീവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നോക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണമല്ലോ. അതായത് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി എന്നാലോചിക്കണം. പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോണ സമയം കഴിഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ എവിടെ അവിടെ നിന്ന് കോട്ടയം പോവാം, ചങ്ങനാശ്ശേരി പോവാം, തിരുവല്ല പോവാം, ഏതൊക്കെ സ്ഥലത്തോട്ട് പോവാം. നല്ല സെൻട്രിൽ കിടക്കുന്ന സ്ഥലമാണ്. അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാണ്. പക്ഷെ ഇങ്ങനെ എന്നാ അറിയാം, ഇപ്പം എല്ലാവരും പറഞ്ഞത് എന്നാ അറിയാം. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞത്, അവിടെ ആ ഏരിയയിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ മൊത്തം ഈ സിനിമ സീരിയൽ അഭിനയിക്കാനും ഏപ്പടം അഭിനയിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് മൊത്തം. സത്യം പറഞ്ഞ എന്നാ അറിയാം, ആ ഫാദറിനെ സമ്മതിക്കണം. പുള്ളിയായിട്ടാ പുള്ളി ഒന്നും മിണ്ടായിരിക്കും സത്യം പറഞ്ഞ.
ഇതാണ് ആ വസ്തു വിറ്റ് പോകാത്തതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എപ്പോഴോന്ന് എനിക്കൊന്നേ ഈ ഇടയ്ക്ക് ഇറങ്ങിയ റീലാണ്. കാര്യം ദാസേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു ഇതൊക്കെയാണ്. പിന്നെ രേണു തന്നെ വന്ന് ലൈവിൽ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്, അത് കേൾക്കുമ്പം രോമാഞ്ചം കൊള്ളുന്നു എന്നൊക്കെ രേണു തന്നെ. അത് പറയാം, ഇവരുടെ നാക്കിനൊരു എല്ലില്ലാത്ത വർത്തമാനം, ഒരു വെളിവില്ലാത്ത വർത്തമാനം. ആ വെളിവില്ലാത്ത വർത്തമാനം തന്നെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ നെഗറ്റീവിലൂടെ കയറി വരാമെന്ന് വിചാരിച്ചാൽ ഏറി നല്ലപോലെ കയറുണ്ട്. അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരും അങ്ങനെ തന്നെയാണ്, ഏറിപ്പോകാൻ വേണ്ടി തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരതെടുത്ത് വെച്ച് പറയുന്നു, അതെൻ്റെ വായിൽ തന്നെ പോയത് എന്നൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഒരിക്കലും ഒന്നിലും ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയും, അവരെന്നെ നെഗറ്റീവ് പറഞ്ഞോട്ടെ, ഞാൻ അതും ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയും. ചില സമയത്ത് പറയും അവരെന്നെ കൊണ്ടങ്ങ് ജീവിക്കുവാണ്, അവരെന്നെ കൊണ്ടങ്ങ് കഴിയുവാണ്. ഇത് കേട്ടാൽ തോന്നും ഇവർ വരുന്നതിന് മുമ്പ് ഇവരെല്ലാം പട്ടിണിയായിരുന്നെന്ന് തോന്നും കേട്ടാൽ. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? ഒരു ഇച്ചിരി ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇവർ വന്നതിന് ശേഷം അരി മേടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ശരിക്കും അരി മേടിക്കുന്ന ഈ റിയാക്ഷൻ വീഡിയോക്കാരുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ കെട്ടിപ്പൂട്ടി പിറയ്ക്കാതിരുന്നേനെ. അല്ല, വിഷമങ്ങൾ പറയുന്നത് നല്ലതായി. അതായത് എന്നാ പറയുക, ആ അച്ഛനെ ദ്രോഹിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് വെച്ചാൽ ആ സുധിയുടെ ഒരു പേര് വെച്ചാണ് ആരും മിണ്ടാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ ഫാദറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്നത്. രണ്ടാമത് ഇവരോട് താമസിച്ചോട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവർ ഈ കാണിക്കുന്ന എന്നാ അറിയാം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. ഇവർ കാണിക്കുന്ന, അതായത് നമ്മുടെ ജനങ്ങളെ മൊത്തത്തിൽ എന്നാ അറിയാം, ഒരു വീട്ടിൽ ഒരു പെങ്കൊച്ചുള്ള അല്ലെങ്കിൽ ഒരു ആങ്കൊച്ചുള്ളവൻ, ഈ നമ്മളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വീഡിയോ കണ്ടോട്ടെ, നല്ല വീഡിയോ നമ്മൾ നല്ല ലൈക്കും കാര്യങ്ങളും കൊടുക്കും. ഇവരിപ്പം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ, ആ അച്ഛൻ്റെ സ്ഥലം വിറ്റ് പോകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അച്ഛൻ ഒരിക്കലും അവിടെ സ്ഥലം വിറ്റ് പോകരുത്. അതായത് സ്ഥലം അച്ഛൻ കൊടുത്തു പോയി, അതാണ് പറ്റിപ്പോയത്. ഞാൻ വേറൊന്നുമല്ല, നമുക്കൊരു എന്നാ അറിയാം, വേറൊന്നും കൊണ്ടും പറയുന്നതല്ല, എന്നാ അറിയാം, ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു കേട്ടോ, വേറൊന്നും തോന്നല്ലേ. അതായത് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതാണ് തെറ്റായിപ്പോയത്, ഏറ്റവും തെറ്റായിപ്പോയത്. അതായത് ആ സ്ഥലം ഒരിക്കലും കൊടുക്കലായിരുന്നു. പക്ഷെ അന്നത്തെ ആ സമയത്ത് നമ്മളും ചിന്തിക്കണം, പുള്ളി ഇങ്ങനെ അപകടത്തിൽ മരിച്ചു, പിന്നെ ഇവരിങ്ങനെ കോളനി താമസിക്കുന്നു, അവിടെ നിന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഞാൻ കേട്ടില്ല, ഫേസ്ബുക്ക് കേട്ടുള്ള കേസൊക്കെ, ഞാൻ കണ്ടിട്ടില്ല ആളിനൊന്നും. അത് കഴിഞ്ഞ് ഇവര് ഫ്ലവേഴ്സും എല്ലാം കൂടി അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ്റെ മനസാക്ഷിക്ക് അച്ഛൻ സ്ഥലം കൊടുത്തു. ഇപ്പൊ ആർക്കാ ഇപ്പം ഉപദ്രവമായി പോയിരിക്കുന്നത്? ഇപ്പൊ അച്ഛൻ്റെ ആ ഒരൊറ്റ സ്ഥലം പോലും വിറ്റ് പോകില്ല, അതാണ് ഇവർ നോക്കുന്നത്. ഇപ്പം ആ സ്ഥലം അവിടെ നിന്ന് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇവരെന്തായാലും കാണിച്ചോട്ടെ, നമ്മളതിനകത്തൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. അച്ഛനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ആ സ്ഥലം കൊടുത്തു പോയി, അതാണ് ഏറ്റവും പറ്റിയൊരു കുഴപ്പം. എത്രയും ആൾക്കാർ സ്ഥലം മേടിക്കാൻ അവിടെ വരുന്നുണ്ട്, പക്ഷെ എത്ര പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനൊരു അച്ഛൻ്റെ ഒരു കസിനാണ്, പറഞ്ഞെന്നെ അറിയാം, എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ എന്നാ അറിയാം, എന്നെ വിളിക്കുമ്പം എന്നാ ഇന്ന സ്ഥലമാണ്, നമ്മൾ ഈ സംഭവമെല്ലാം ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇവര് താമസിക്കുന്ന സ്ഥലമാണ് വേണ്ടെന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല എന്നുവെച്ചാൽ ഇവരവിടെ കാണിക്കുന്ന കാട്ടായ എങ്ങനെ ഇരിക്കുന്നു, ഒരു സ്ഥലം കൊടുത്തിട്ട് ആ സ്ഥലം കച്ചവടം ചെയ്യാൻ പറ്റാതെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് നമ്മൾക്കാണ് വരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക്. ദാനമായിട്ട് കൊടുത്തതാണ്, അവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ, അവിടെ ആരെങ്കിലും വരും എടുക്കുകയൊക്കെ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറയുന്നു എൻ്റെ ഇൻസ്റ്റ ഐ ഡി, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ നമ്മളിങ്ങനെ പബ്ലിക്കിലേക്ക് ഇടുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കരുത്. ആക്കാതെ ഇവർക്കിടയ്ക്ക് വെച്ച് കാണാനാണെങ്കിൽ ഇവർക്ക് കാണാൻ വേണ്ടി പ്രൈവറ്റ് ആക്കി ഇടുക, അതേ നടക്കും. ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് എന്നതാ പറയുന്നതെന്ന് അറിയത്തില്ല, കാണിക്കുന്നത് എന്നാന്ന് അറിയത്തില്ല. അന്നേരത്തെ ഒരുമാതിരി പേക്കൂത്ത് മാതിരി കാണിച്ചു പോവുക. ചില സമയത്ത് ഡയലോഗ് അടിക്കുന്ന കണ്ടാൽ നമ്മൾ ഓർക്കും, ഭയങ്കര ജ്ഞാനിയാണ്. ചില സമയത്ത് ആ വാ തുറന്ന് നമ്മൾ ഓർക്കും, ഇത്രയും വലിയൊരു ചവറ് വേറെ ലോകത്തില്ല എന്ന്. അതൊരു ഉദാഹരണമാണ്. ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. പുള്ളിക്കാരി പറയുന്നതാണ്, എത്ര മോശമായിട്ടുള്ള സംസാരം. ഇവരൊരു പെണ്ണ് തന്നെയാണോ? ഈ
എന്നാ ആണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടാതിനങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ വൃത്തികൾ പറയുന്നതൊക്കെ സൈഡിൽ നിന്ന് കമൻ്റായിട്ട് അത് വെറും ലോ ക്ലാസ് അങ്ങനെയുള്ളവരൊക്കെ. ഒരു പെണ്ണൊരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതും ഒരുത്തൻ കീഴെ ഇരിപ്പുണ്ട്, അവനെ ഇരുത്തിക്കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെയൊക്കെ വില പോകുന്നത്. ആ മീഡിയക്കാരുടെ മുന്നിലും വില പോവുകയാണ്, ആ അടുത്തിരിക്കുന്നവൻ്റെ മുന്നിലും വില പോവുകയാണ്. കുടുംബത്ത് പിറന്ന ഒരു പെണ്ണുങ്ങളും, കുടുംബത്ത് പിറന്നതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ്പനും അമ്മയൊക്കെ ആയിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണും ഇങ്ങനത്തെ വാക്കുകൾ പറയത്തില്ല, അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്നതായിരിക്കണം. ഇത് കേട്ടിട്ട് എത്ര മോശമായിട്ട് നമുക്ക് തന്നെ ഇവളോടങ്ങ് അറപ്പ് തോന്നും. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഒരു ചിരി, നമുക്ക് സത്യം പറഞ്ഞ ചിരി കേൾക്കുമ്പോൾ തന്നെ അങ്ങ് വെറുപ്പാകും. എന്നാ പറഞ്ഞാൽ ഒരു ഇളിയുണ്ട്, പൊട്ടത്തരം പിടിച്ചൊരു ഇളി. ആ ഇളി കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ദേഷ്യം തോന്നും ഇവരോട്. അത് വട കഴിച്ചിട്ടുണ്ടോ അത് അവൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഇവരെന്തോ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാതെ ഒരുത്തും ചുമ്മാ ചോദിക്കാവോ വട കഴിച്ചിട്ടുണ്ടോ എന്ന്. വട എന്നെ ആരും കഴിച്ചിട്ടില്ലേ, വട കഴിച്ചിട്ടില്ലെന്ന്. ഇവള് മഹാ ഉണ്ടല്ലോ വൃത്തികെട്ട വാർത്ത. ഈ ഒരു ആൽബത്തിന് വന്ന സമയത്തുണ്ടല്ലോ ഇവർ വെറും തറയായിട്ടുള്ള സംസാരവും പെരുമാറ്റമാണ് കിടന്ന് കാണിച്ചത്. എനിക്കൊന്ന് സജിനി എങ്ങോട്ട് വിളിച്ചതിൻ്റെ പറഞ്ഞതിന് ശേഷമാണ് ഇച്ചിരി മര്യാദയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയത്. അതുവരെ അങ്ങ് അഴിഞ്ഞാടി അങ്ങ് ഇളകുമായിരുന്നു. ഇവർ തന്നെ ഇവർ ഫ്ലാറ്റിൽ താമസിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ ആൾക്കാർ മോശം പറയുന്നതെന്നാണ് പറയുന്നത്. ഇവരെ മോശം പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇവർ മാന്യമായിട്ട് നടന്ന് അവിടെ വന്നിച്ച് പോലെ ആരും ഇവർ ഒന്നും പറയുകയില്ല. ഇവർ തന്നെയാണ് പറയുന്നത് ഇവർ ഫ്ലാറ്റിൽ പോയെന്നും ആ ഒരുത്തൻ്റെ ഫ്ലാറ്റിൽ പോയെന്നും അവിടെ താമസിച്ചെന്നും അവനുമായിട്ട് കറങ്ങിന്നൊക്കെ ഇവർ തന്നെയാണ് പറഞ്ഞത്. അത് എന്നും നടന്ന കാര്യമാണ്. ബിഗ് ബോസിന് മുന്നേ, ബിഗ് ബോസിന് ഇവർ വന്നതിന് ശേഷവും നടന്ന കാര്യമാണ്. അല്ലാതെ ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന കാര്യമല്ല ഇത്. പിന്നെ ഇവർ എവിടെ പോയാലും ഇവർ തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അന്നേരം ഒന്നും മീഡിയക്കാരെ കണ്ടില്ലല്ലോ ഇവരുടെ കൂടെ. ഇവർ ആ പോയപ്പോഴും ആ ഫ്ലാറ്റിൽ പോയപ്പോഴും ഇവരൊക്കെ ഇറങ്ങാൻ പോയപ്പോഴൊന്നും ഒരു മീഡിയക്കാരെയും കണ്ടില്ലല്ലോ ആ പുറകെ ഒന്നും. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതായത് മീഡിയക്കാരെ കൊണ്ടുപോകാതിരിക്കാണ്ട് ഇവർക്കറിയാം. ഇതപ്പോൾ ഇവർ പറഞ്ഞിട്ട് തന്നെ ഇവരുടെ കൂടെ നടക്കുന്നതാണ്. അപ്പോൾ അവരോട് ഇവർ തന്നെയാണ് പറയുന്നത്. ചിലപ്പം ഇവർ നല്ലൊരു ഫ്രണ്ടായിരിക്കാം. എന്നത് വായിക്കോട്ടെ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറെ രീതിക്ക് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ആ രീതിക്ക് തന്നെയാണ് ഇവർ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. എന്താണ് നടന്നത്? ശരിക്കും എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. ഞാൻ നടന്നില്ല. അപ്പുറം അപ്പുറല്ലേടാ, നീ അപ്പുറത്തും അല്ല മറ്റേ അവരൊക്കെ അപ്പുറത്ത്. അത് അവൻ്റെ ഒരു ശരിവെപ്പ് കേട്ടോ. സമ്മതിച്ച് തന്നേക്കുന്നത് നീ പറഞ്ഞാലിപ്പോൾ അങ്ങ് ഇവരുടെ റൂമിൽ പറയുക ശരി എന്ന്. രേണു തന്നെയാണ് അങ്ങോട്ട് കൊടുത്തത്. അക്ഷയും രേണുവും കൂടെ ഫ്ലാറ്റിൽ എന്ത് സംഭവിച്ചു പുള്ളിക്കാരി ഇട്ട് കൊടുത്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് അവരവിടെ നിന്ന് അവർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരി. എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത്രയും മോശമായിട്ട് കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എവിടെ തിരിഞ്ഞാലും മീഡിയയും കൊണ്ട് നടന്ന് ഇങ്ങനെ ഓരോന്നും കാണിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ രേണുവിന്റെ ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരീഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് നല്ല, എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി, അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അവർ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ് ഞാൻ. എന്നെ വെച്ചിട്ട് മോശം അവസ്ഥയല്ലല്ലോ അവർക്കുണ്ടാകുന്നത്. ആ പറഞ്ഞത് സജിനെയും ശ്രീധുവിനെയും ചേർത്താണെങ്കിൽ ഓക്കെ. രേണു കാര്യം എന്നാന്ന് ചോദിച്ചാൽ സജിനെയും ശ്രീധു ഇടുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോയും കയറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരൊറ്റ വീഡിയോ പോലും കയറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞു, അതൊന്ന് കയറിപ്പോയി. അതായിരിക്കും ചിലപ്പോൾ രേണു ഉദ്ദേശിച്ചത്. രേണു മൊത്തം റിയാക്ഷൻകാരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. പിന്നെ കഞ്ഞി കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് പറയാൻ തന്നെ നാണമുണ്ടോ? ഇവർ ഇത്രയും നാൾ ഈ ആൾക്കാരൊക്കെ കഞ്ഞി കുടിച്ചത് ഇവരെ കൊണ്ട്. അതെന്നാന്നറിയാം, ഇവർ കഞ്ഞി കുടിക്കാതെ കിടന്നേച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഈ കോലം കെട്ടലെല്ലാം കാണിച്ച് ഈ മാതിരി വേഷം കെട്ടലെല്ലാം കെട്ടിക്കഴിഞ്ഞപ്പം ഇതോ ഭൂലോകമെന്നും പറഞ്ഞാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്നത്. പിന്നെ നെഗറ്റീവ് മൊത്തത്തിലെന്ന് പറഞ്ഞു ഇവർ തന്നെ ഇട്ട് കൊടുത്ത കാര്യമാണ് ഇപ്പം ഈ കാണുന്നത്. അടുത്തോട്ട് അതിന്റെ പവിത്രത നശിപ്പിക്കരുത്.
അത് ഒരു വീടിൻ്റെ വെളിവശമാണ്. ആ സൈഡിൽ മൊത്തം ഇരുട്ടാണ്. ഇതിൽ ഒരു സംഭവം കാണത്തില്ല കേട്ടോ, ഒന്നും കാണത്തില്ല. ഇവരിപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. പ്ലാൻ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ കാണിച്ച് അത് കാണുന്നവർക്ക് ഒരു അഭിഹിതമായിട്ട് തോന്നിയിച്ച് ഇവർ രണ്ടുപേരും കൂടെ അവനെ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അത് അന്നേരം കട്ടാകുന്നുണ്ട്. ഇച്ചിരി കൊണ്ട് പോയി ആ ഇരുട്ടത്തൊട്ടൊന്ന് കയറുമ്പോൾ അന്നേരം തന്നെ ഒരു പക്ഷേ ഇവർ തിരിച്ച് വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് കാണുന്ന ഒരാളുടെ മുന്നിലേക്ക് ചെല്ലുന്നതിന് അവൾ അവനോട് ഇരുട്ടത്തോട്ട് പോയി. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള അതവർ ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇവർ പറയുന്ന മൊത്തം തന്നെ മറ്റുള്ളവർ ഇവരെ നെഗറ്റീവ് പറയുന്നതെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ കാണിക്കാവുന്ന തോന്നിയാസങ്ങൾ മൊത്തം കാണിച്ചിട്ട് മറ്റുള്ളവരുടെ തലേ പഴി വെക്കുക. അത് ഇവർക്കൊരു രസമാണ്. എന്നിട്ട് വലിയ മാന്യത്യ ചമയലുണ്ട്. തൊഴിലുറപ്പിന് പോകാൻ പറ്റും. എൻ്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും ഇപ്പോൾ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് ഒരു കാശ് റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ മുഴുവനും ഇതാവും. മുക്കിലും മൂലയിലും വല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? സോ മുക്കിനും മൂലയിലും ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു. അവര് എന്താ പറയാ, അല്ല സജിന ചേച്ചി അയച്ചു തരുന്നില്ലേ? ഇപ്പൊ സജിന ചേച്ചി ആയിരുന്നല്ലോ മറ്റേതെല്ലാം അയച്ചു തരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇതൊന്നും കാണുന്നില്ല, വ്യൂസ് കിട്ടും. പിന്നെ എങ്ങനെ നിങ്ങൾ അറിയുന്നത് നെഗറ്റീവ് പറയുന്നുണ്ടോ എന്നുള്ളത്? വാ തുറന്ന നുണ മാത്രമേ പറയത്തുള്ളൂ. വാ തുറക്കുന്ന നുണ മാത്രം പറയാൻ വേണ്ടിയാണ്. എൻ്റെ പൊന്നു പെണ്ണുപിള്ളെ, ഈ റിയാക്ഷൻ വീഡിയോക്കാരുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഫെയിമിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ല എന്നേ നിങ്ങൾ ഔട്ടായി പോയായിരുന്നേ, നിങ്ങൾ എന്തേ ഔട്ടായിപ്പോയേ. പിന്നെ ആ സുധി എന്നുള്ളൊരു പേര്, ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഒരു പട്ടിക്കുറുക്കനെ അറിയത്തില്ലായിരുന്നു. ഈ തൊഴിലുറപ്പിന് തന്നെ നിങ്ങൾ പോയി, തൊഴിലുറപ്പ് തന്നെ മോശപ്പെട്ട പണിയാണോ? അത് അന്തസ്സായിട്ട് മനുഷ്യർ ചെയ്ത് ജീവിക്കുന്ന പണിയാണ്. അന്തസ്സായിട്ട് വീട്ടിലെ കാര്യങ്ങളും നോക്കി അത് കഴിഞ്ഞേച്ച് തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളാണ്. അല്ലാതെ അവിടെ ചെന്ന് റീലെടുത്തും കണ്ടവരുടെ തോളെ കൈയിട്ടും ഒരുത്തൻ്റെ മടിയിലോട്ട് കയറി ഇരുന്നും അല്ലെങ്കിൽ അവൻ്റെ തോളക്കടെ കൈയിട്ടും അവൻ്റെ ഫോണിനകത്തോട്ട് അവന് വാരിക്കൊടുത്തും ഇതൊന്നും അല്ല തൊഴിലുറപ്പിന് കാണിക്കുന്നത്. അവരവിടെ പോകുന്നത് അവരുടെ പണി ചെയ്യാനാണ് പോകുന്നത്. കൂടി വന്ന് അവർ ഇച്ചിരി നേരം ഒന്നിച്ചിരുന്ന് അവർ വർത്താനം പറയിക്കുക. എന്നെ പറഞ്ഞാലും അവർ തീർക്കേണ്ട പണികൾ തീർത്തേച്ച് ആണ് അവരടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന പോലെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനല്ല. അവിടെ അവിഹിതം ഒന്നും നടക്കുന്നില്ല തൊഴിലുറപ്പിന്. തൊഴിലുറപ്പിന് പോകാനായിട്ട് നിങ്ങളുടെ ആരോഗ്യം മോശം. നിങ്ങൾക്ക് എന്നെ ആരോഗ്യത്തിന് കുറവ്, ഒരു കുറവുമില്ല ഇവർക്ക് ആരോഗ്യത്തിന്. പല്ലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം തിന്നാൻ പറ്റും. ഇപ്പോൾ ഈ പല്ലില്ലാത്തതുകൊണ്ട് മുന്നിട്ട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഈ അമ്മൂമ്മമാർ, പല്ലില്ലാത്ത അമ്മൂമ്മമാർ മുറുക്കാൻ ചവയ്ക്കുന്നവരിൽ നിന്ന് ചവച്ച് എടുക്കുന്നതുകൊണ്ടാണ് ഈ ആരോഗ്യമായിരിക്കുന്നത്. പല്ലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ ഈ കോലമൊക്കെ അങ്ങ് മാറും. പിന്നെ ഇവർ അതിനിടയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു കരീഷ്മയുടെ കാര്യം. കരീഷ്മയ്ക്കുള്ള പണി ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ രേണു ചേച്ചിയുണ്ട്, കരീഷ്മയുണ്ടെന്നൊക്കെ പറയുന്നു. സജിനയും ശ്രീതും ഒരുപാട് ഇവർക്ക് വേണ്ടി ചീത്തവിളി കേട്ടാണ് കേട്ടോ. റിയാക്ഷൻ വീഡിയോക്കാരുടെ കയ്യിൽ നിന്ന് ആ ബിഷപ്പിൻ്റെ അടുത്ത് കേസ് പോലും ആയത് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ നെഗറ്റീവ് വന്നത് അവർ എല്ലാ മനുഷ്യരും വാരിയെടുത്തിട്ട് അലക്കുമായിരുന്നു. അത് ഇവർക്ക് വേണ്ടി സംസാരിച്ചു, അല്ലാതെ അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയോ സംസാരിച്ചിട്ടല്ല അവർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വന്നത്. അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളഞ്ഞേച്ച് എനിക്ക് എൻ്റെ മാനേജർ നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അനങ്ങാൻ നിൽക്കും. കാര്യം വെച്ചാൽ നിങ്ങളുടെ ശമ്പളം പറ്റി ജീവിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് പിന്നെ അവർ ഈ ശ്രീധുവിനെയും സജിനെയും പോലെ ഒന്നും ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് അവർക്കത് വിഷയമല്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാനെല്ലാം ജെനുവിനായിട്ടേ സംസാരിക്കുള്ളൂ. വാ തുറന്ന നുണയേ പറയത്തുള്ളൂ. ഉള്ള സത്യം പറയാലോ. ഇവരൊരു ജെനുവിനായിട്ട് സംസാരിക്കത്തില്ല, ഒന്നുമില്ല. ഇവർ വാ തുറക്കുന്ന നുണയാണ്. ഇവരാണ് ഇവരുടെ കല്യാണക്കാരിയാണെന്നും പറഞ്ഞ് ഇവർക്ക് കാമുകനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇവർ തന്നെയാണ്. ഒരു മീഡിയക്കാരല്ല കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ മീഡിയക്കാരല്ല കൊണ്ടുവന്ന്. ഇവർ തന്നെയാണ് ഇവർക്ക് കാമുകനുണ്ടെന്ന് പറഞ്ഞ് വന്നത്. ഈ കാമുകൻ്റെ പേരും പറഞ്ഞ് വന്ന് അത് ഇവരുടെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചേണ്ട വിഷയം ഉണ്ടായതിന് ശേഷം ഇവർ നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു കാമുകനുണ്ടെന്ന്, ഞാൻ പറഞ്ഞു അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ. അതുപോലെ ഇവർ കള്ള് കുടിക്കുന്നതിൻ്റെ അവർ അത് പച്ചവെള്ളമാണ്. പക്ഷേ പച്ചവെള്ളമാണേലും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിച്ച് ആ ഒരു പബ്ലിക്കിലേക്ക് അത് പോവുകയാണ്. അക്കരെ ഇരുന്ന് ആ ഒരു വേഷം കെട്ടൽ കാണിക്കുന്നു. അങ്ങനെ എന്നതെല്ലാം കോലങ്ങൾ. പിന്നെ ആ വീഡിയോ ഇതിനു വേണ്ടി റീലാണ്, മറ്റതാണ് മറിച്ച് ഇതില്ലാത്ത സമയത്ത് ഉമാർ പൊക്കിക്കൊണ്ട് നടക്കുവാണ്. ഈ
പരിപാടി ഇല്ലാത്ത സമയത്തും ഇവന്മാരെല്ലാം ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുവാണ്. നമുക്കിപ്പോൾ ഒരു ഷൂട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അവർ അഭിനയിക്കാമെന്ന് പറയാം. ഈ ഷൂട്ട് തീർന്നതിന് ശേഷം ഇവന്മാരെല്ലാം പൊക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ എടുത്തുകൊണ്ട് നടക്കുക. അതിന് പറ്റിയ കുറേ അവന്മാരും അതിന് പറ്റിയ ഇവളും. എന്നിട്ട് ഇവിടെ പറയുന്ന മൊത്തം തന്നെ ഇവൾക്ക് നെഗറ്റീവ് വരുവാണ്. എല്ലാവരും ഇവിടെ അങ്ങ് നെഗറ്റീവ് ആക്കുവാണ്. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് മോശക്കാരിയാക്കുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളോ ചെയ്യുന്ന പ്രവൃത്തിയോ ഒന്നും പുള്ളിക്ക് വിഷയമല്ല. ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇവർ ഓരോന്ന് ആ കള്ള് കുടിക്കുന്നതിൻ്റെ കൊണ്ടുവന്ന് ഇവർ നെഗറ്റീവ് കിട്ടാനല്ലോ. ഈ കാമുവിൻ്റെ കഥ കൊണ്ടുവന്ന് നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയാണ്. അതൊക്കെ ഭയങ്കരമായിട്ടും പബ്ലിക്കിലേക്ക് ഇതായി പോയത്. ഇവർ ശരിക്കും ഏറെ കഴിയ കാര്യങ്ങളാണ്. പിന്നെ ഇനി ഇവർക്കൊരു കാമുകനുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവരൊന്ന് കല്യാണം കഴിച്ചൊന്ന് പോയി കിട്ടിയാൽ മതി. അന്നേരമെങ്കിലും ഈ കോലം കെട്ടലങ്ങ് കാണേണ്ടി വരത്തില്ലല്ലോ. ഇത് പറഞ്ഞത് സത്യമാണ്. സോഷ്യൽ മീഡിയയിലോട്ട് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇൻസ്റ്റയിൽ പിന്നെ ഫേസ്ബുക്ക് ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ്. ഇതിനകത്തൊക്കെ ഇവർ ഈ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. ഇതും അതെ. പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞാൽ അത് ഈ 2 കൂട്ടരും കൂടെ ഉണ്ടല്ലോ. അതിനകത്ത് അലൻ ജോസുണ്ട്, പിന്നെ ആറാട്ടണ്ണനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവർ 3ഉം ഏകദേശം 3അല്ല 4ഉം ഒരു ടീമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ 4 ഒരുപോലെ നമുക്ക് ഒരു വണ്ടിയെ കയറ്റി വിടാൻ പറ്റും. കാര്യം അതുപോലെ തോന്നിവാസങ്ങൾ കാണിച്ച് നെഗറ്റീവ് കാണിക്കുന്നവരാണ്. പിള്ളേർക്ക് ആർക്കും ഇത് തറുക്കാൻ മേലാത്തൊരവസ്ഥയായിക്കുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. രേണു പിന്നെ ഇപ്പോൾ ഒരു റീലിരിക്കുന്നത് സജിനെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നിൽ അതിൻ്റെതായ വൃത്തിയും വെടുപ്പുമൊക്കെ റീലിനുണ്ട്. സജിനെ അതിനകത്ത് കാണുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സജിനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പിന്നിൽ. എന്നാലും ആ റീല് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഉള്ള സത്യം പറയും. ഞാൻ പറയും നല്ലത് തന്നെ പറയും, മോശം കാണിച്ചാൽ മോശം തന്നെ പറയും. രേണുവിൻ്റെ ഈ മറ്റുള്ളവരെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് രേണു കാരണമാണ് എന്നുള്ള. ഇപ്പോൾ ഈ രേണു ഫീൽഡിൽ നിന്ന് ഔട്ടായപ്പോൾ എല്ലാവരും പട്ടിണി കിടന്ന് ചാവുമല്ലോ. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ റീൽ ചെയ്യുന്നവരും ഒക്കെ അങ്ങ് ആത്മഹത്യ ചെയ്യേണ്ടി വരുമല്ലോ പട്ടിണി കിടക്കുന്നതുകൊണ്ട്. എന്നെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ ചുമ്മാ വിവരക്കേട് മാത്രം പറയാൻ വേണ്ടി ഇരിക്കുന്നത്. എന്നെ വിറ്റ് കഞ്ഞി കുടിച്ചത്, നിങ്ങളെ വിറ്റ് കഞ്ഞി കുടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഞങ്ങളാരുമല്ല നിങ്ങളെ വിറ്റ് ചോറുണ്ണുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വിറ്റുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വിറ്റ് നിങ്ങൾ തന്നെ തിന്നുവാണ്, അല്ലാതെ വേറെ ആരും തിന്നാൻ വരുന്നില്ല. നിങ്ങളല്ലെങ്കിൽ മറ്റൊരു കണ്ടൻറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് ആരും എടുക്കുന്നില്ല. എല്ലാ കണ്ടൻറ്റും എടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.